ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാട്ടിത്തരാൻ പോകുന്നത് മലയാളിയുടെ ഒരു ഫേവറിറ്റ് 4 മണി പലഹാരം സുഖിയൻ. ഇതിന് വേറെ ചിലയിടത്ത് ഇതിന് മോദകം എന്ന് പറയും. ഇപ്പോൾ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏറ്റവും പ്രധാനം ചെറുപയർ. ഇത് ഞാൻ 1 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തി അത് ഊറ്റി വെച്ചിരിക്കും. പിന്നെ ഒരു 3/4 കപ്പ് മൈദ, ഇതതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടാനുള്ള സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇത് ബാറ്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത്ര. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. ഇത് ഞാനിപ്പോൾ 100 ഗ്രാം എടുത്ത്, പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പീര, ജീരകം, ഏലക്കാപ്പൊടി. ഇത് ഞാനൊരിച്ചിരി അവില് റിസർവ് വെച്ചിരിക്കുകയാണ്. ഒരിച്ചിരി വെള്ളം കൂടി ഒന്ന് അയഞ്ഞു പോവുകയാണെങ്കിൽ ഒരിച്ചിരി അവില് ചേർത്തൊന്ന് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ വെള്ളം കൂടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത് വേവിക്കുന്നത് ഏറ്റവും കുറച്ച്, എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളം എടുക്കാവുള്ളൂ, കൂടുതൽ വെള്ളം ചേർക്കരുത്. അതുപോലെ ഇത് പാനിയാക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം എടുക്കാവുള്ളൂ. ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്താൽ ഇതിൻ്റെ വെള്ള നിറമൊന്നും പോകരുത്. ഈ വെള്ളം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് വറുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ പയറൊന്ന് മൂടിക്കിടക്കണം, അത്രയും വെള്ളം എടുക്കാവുള്ളൂ. ഈ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ഇതിൻ്റെ അകത്ത് ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഒരു 2 വിസിൽ കേൾക്കും വരെയുള്ള മതി. ഒരു പ്രഷർ കുക്കറിൽ 2 വിസിൽ കേൾക്കും വരെയുള്ള വേവ് മതി. വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇത്രയും വെള്ളം ഇതിൻ്റെ അകത്ത് എടുക്കാവുള്ളൂ. നമ്മൾ ആ സമയത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഈ വെള്ളം വറ്റിച്ച് കളയുക എന്നുള്ളതാണ്, ഈ തേങ്ങയുടെ അകത്തുള്ള വെള്ളം. അപ്പോൾ ആ വെള്ള കളറൊന്നും പോകരുത്, ബ്രൗൺ കളറൊന്നും ആകരുത്. അപ്പോൾ 2 വിസിലായി. ഇനി നമ്മളതൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റീം പോകാനായിട്ട് അലോ ചെയ്യുക. അപ്പോൾ ഈ തേങ്ങായും ഒരുമാതിരി വറുത്ത് കിട്ടിയിട്ടുണ്ട്, ഇത്രയൊക്കെ മതി. ഇനി അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും വരരുത്. അപ്പോൾ ഇതൊരു അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ഇത് ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഇതിലോട്ടിട്ട് ഇതിലേയും കഴിവതും വെള്ളമൊന്ന് വറ്റിച്ച് കളയുക. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ നല്ല ശർക്കര ആയതുകൊണ്ട് ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് അരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ശർക്കര പാനിയാക്കി കഴിയുമ്പോൾ ഒന്ന് അരിച്ചിട്ടൊക്കെ എടുക്കും. വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലോട്ട് ആ തേങ്ങ ഇടുക. വെള്ളമൊക്കെ ഒരുമാതിരി വറ്റിയിട്ടുണ്ട്, ഒരുമാതിരി ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഇതിലോട്ട് ആ തേങ്ങാപ്പീര ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ പയറ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രേ ആകാവുള്ളൂ. ഇത് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ വേഗാതെ ഇരിക്കരുത്. നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ആ ശർക്കരയും പീരയൊക്കെയുള്ള ആ കോമ്പിനേഷൻ, ജീരകം, ഏലക്ക, ഇനി അത് മിക്സ്. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറണം. ആറിക്കഴിഞ്ഞാൽ നമുക്കിത് പിടി ഉണ്ടാക്കണം. ആ സമയത്ത് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ബാറ്റർ റെഡിയാക്കുക. ഇത് ആറുന്നതിന് മുമ്പ് നമ്മളിതേ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈകൊള്ളും. ഇപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ നമ്മൾ 3/4 കപ്പ് മൈദ, 1/4 സ്പൂണിൻ്റെ പകുതി ഉപ്പ്, കുറച്ച് പഞ്ചസാര, 1/2 ടീസ്പൂണിന് മുകളിലുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി,
അത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കിട്ടണം ഈ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാരയുണ്ട്, ഒരിച്ചിരി ഉപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. കുറേശ്ശെ വെള്ളമൊഴിച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ ബാറ്റർ റെഡിയായി. ഈ പരുവത്തിന് കിട്ടണം. പയറൊഴുങ്ങിയതും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആറിക്കാണും. അപ്പോൾ അത് ഉണ്ടയൊക്കെ പിടിച്ചെടുക്കും. നമുക്കിതുപോലെ 15 ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നിസാരമാണ്. ഇനി അതിൽ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത്. ഏറ്റവും പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ വെള്ളം യാതൊരു കാരണവശാലും ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് തേങ്ങാപ്പീരയുടെ അകത്ത്, അപ്പോൾ അത് വറുത്ത് കുറച്ച് വെള്ളം അതിൽ നിന്ന് കളയണം. അതുപോലെ ഏറ്റവും കുറച്ച് വെള്ളം വെച്ച് പയർ പുഴുങ്ങിയെടുക്കുക. അതുപോലെ ശർക്കര പാനിയാക്കി കഴിഞ്ഞ് അതിലെ വെള്ളം കഴിവതും വറ്റിച്ച് കളയുക. അപ്പോൾ വെള്ളം വളരെ കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി അവിൽ പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മളിതുപോലെ വെള്ളം കുറച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുപോലെ മുക്കുക, ബാറ്ററിൽ മുക്കുക. ഉണ്ടായിട്ടിങ്ങനെ ഇടുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഉടനെ അങ്ങ് മറിച്ചൊന്നും ഇടുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് മറിച്ചൊക്കെ ഇടുക. ഇപ്പോൾ ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഇപ്പോൾ മൊത്തം നമുക്ക് 15 എണ്ണമാണ് ഉള്ളത്. അത് 15ഉം ഇതുപോലെ വറുത്തെടുക്കുക. സുഖിയൻ റെഡിയായി. അപ്പോൾ 1 കപ്പ് ഇതുകൊണ്ട് ഈ വലിപ്പമുള്ള 15 സുഖിയൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.